മണർക്കാട് ഹയർ സെക്കൻഡറി സ്കൂൾ അവിടെ തിരുവനന്തപുരത്ത് മുഹമ്മദ് ആഷിഖ് തയ്യാറാണ്. ആ സ്കൂളിലെ കുട്ടികളുടെ ആകാംക്ഷയും ടെൻഷനും ഒക്കെ നമ്മളോട് പങ്കുവയ്ക്കുവാനായിട്ട്. ആഷിഖിലേക്ക് കടന്നാൽ, ആഷിഖ്, മിനിറ്റുകൾ മാത്രമേ ഉള്ളൂ ഇനി വ്യക്തിഗത ഫലം എന്താണ് എന്ന് ഓരോ വിദ്യാർത്ഥിക്കും അറിയാനായിട്ട്. എന്താണ് എല്ലാവരുടെ മുഖത്തും ടെൻഷനാണോ അതോ ആകാംക്ഷയാണോ? ഇവിടെ കുട്ടികളെല്ലാവരും എത്തിച്ചേർന്നിട്ടുണ്ട്. കുട്ടികൾ മാത്രമല്ല, മാതാപിതാക്കളും അധ്യാപകരും അടക്കമുള്ളവർ എത്തിച്ചേർന്നിട്ടുണ്ട്. എല്ലാവരും വലിയ ആകാംക്ഷയിലാണ്. ഇനി അല്പസമയത്തിനുള്ളിൽ വ്യക്തിഗതമായ റിസൾട്ടുകളടക്കം പബ്ലിഷ് ചെയ്യും, വെബ്സൈറ്റിൽ പബ്ലിഷ് ചെയ്യും. ഇപ്പോൾ തന്നെ അതിനുള്ള സംവിധാനങ്ങളടക്കം ഈ സ്കൂൾ അധികൃതർ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. കുട്ടികളുടെ ഒപ്പം വിജയ വിവരം അറിയുമ്പോൾ അതിനൊപ്പം വിജയം ആഘോഷിക്കാൻ ഇപ്പോൾ ഇവിടുത്തെ MLA ആന്റണി രാജു, മുൻ മന്ത്രി കൂടിയായ ആന്റണി രാജു കൂടി എത്തിയിട്ടുണ്ട്. നമുക്ക് അദ്ദേഹത്തോട് ചോദിക്കാം. സാർ, ഇത്തവണ എങ്ങനെ കുട്ടികൾക്കൊപ്പം വിജയം ആഘോഷിക്കാനായിട്ട് എത്തിയിരിക്കുകയാണ്? അതെ, എൻ്റെ മണ്ഡലത്തിലെ പ്രധാനപ്പെട്ട സ്കൂളുകളിലൊന്നാണിത്. ഇത് കോട്ടൺ ഹില്ലൊക്കെ എല്ലായിടത്തും ഒന്ന് പോകണം. റിസൾട്ട് പ്രഖ്യാപിക്കുമ്പോൾ കുട്ടികളുടെ സന്തോഷത്തിൽ, അവരുടെ രക്ഷകർത്താക്കളുടെ സന്തോഷത്തിൽ, അധ്യാപകരുടെ സന്തോഷത്തിൽ ഒക്കെ പങ്കാളികളാകേണ്ട അതാത് പ്രദേശങ്ങളിലെ ജനപ്രതിനിധികളുടെ ഒരു കടമയാണല്ലോ. അപ്പോൾ അങ്ങനെ കുട്ടികളെ കണ്ട് അവരുടെ സന്തോഷത്തിൽ പങ്കുചേരാൻ എത്തിയതാണ്. നല്ല റിസൾട്ടാണ് നമ്മുടെ ഈ സ്കൂൾ പ്രതീക്ഷിക്കുന്നത്. SSLCക്ക് 437-ൽ 436 കുട്ടികളും ജയിച്ച സ്കൂളാണിത്, മണക്കാട് സ്കൂൾ. അപ്പോൾ ഇവിടെ +2-നും നല്ല റിസൾട്ടാണ് പ്രതീക്ഷിക്കുന്നത്. തീർച്ചയായും മുൻ വർഷങ്ങളിലും വലിയ വിജയം കരസ്ഥമാക്കിയ സ്കൂളാണ്. അതുകൊണ്ട് തന്നെ ഇത്തവണയും അധ്യാപകർക്കടക്കം വലിയ പ്രതീക്ഷയാണുള്ളത്. കുട്ടികളും വലിയ ഒരു പ്രതീക്ഷയിലാണ്. നിങ്ങൾ റിസൾട്ട് കാത്തിരിക്കുന്ന കുട്ടികളാണോ? നിങ്ങൾ 10ാം ക്ലാസ് കുട്ടികളാണല്ലേ? ഓക്കെ, അവർ 10ാം ക്ലാസ് കുട്ടികളാണ്. ഇന്ന് +2 വിദ്യാർത്ഥികളും ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഇവിടെ ആരോ ഒരാൾ മിഠായിയൊക്കെ പിടിച്ച് നിൽക്കുന്നത് കണ്ടു. എങ്ങനെ കുട്ടികളുടെ റിസൾട്ട് കാത്തു നിൽക്കുവാണോ? പേടിയുണ്ടോ? പേടിയൊന്നുമില്ല, മോക്ക് ഫുൾ A+ ആണ്. അവരും 10ാം ക്ലാസ് കുട്ടികളാണ്. ഏതായാലും എല്ലാവരും ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്, കുട്ടികളടക്കം. അല്പനേരത്തിന് ശേഷം വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയും ഇവിടേക്ക് എത്തിച്ചേരും എന്ന് അറിയിച്ചിട്ടുണ്ട്. നേരത്തെ കൂട്ടി അറിയിച്ചിട്ടുള്ളതാണ്. റിസൾട്ട് പ്രഖ്യാപനത്തിന് ശേഷം കുട്ടികൾക്കൊപ്പം വിജയം ആഘോഷിക്കാൻ വിദ്യാഭ്യാസ മന്ത്രിയും ഇവിടെ എത്തിച്ചേരുമെന്ന് മുൻകൂർ തന്നെ അറിയിച്ചിട്ടുണ്ട്. അതിനുള്ള ഒരുക്കങ്ങളടക്കം സജ്ജീകരിച്ചിട്ടുണ്ട്. ഇവിടെ +2 വിദ്യാർത്ഥികൾ അധികം പഠിക്കുന്ന സ്കൂളാണ്. ഏതാണ്ട് 1000-ലധികം വിദ്യാർത്ഥികൾ ഇവിടെ നിന്ന് +2 പരീക്ഷ എഴുതിയിരുന്നു. അവരെല്ലാം തന്നെ വലിയ വിജയം പ്രതീക്ഷിക്കുന്നുണ്ട്. എഴുതിയ കുട്ടികളിൽ വലിയ ശതമാനം കുട്ടികളും ഫലം തേടി ഇപ്പോൾ തന്നെ കാണാം. എല്ലാവരും ഫോണിൽ റിസൾട്ട് തിരക്കിലാണ്. റിസൾട്ട് നോക്കുകയാണോ? അതെ, അല്ല, എന്റെ നോക്കി. ഫുൾ A+ നല്ല മാർക്ക്. താങ്ക് യു. ഇത്തവണത്തെ ഒരുക്കങ്ങൾ മറ്റു പരീക്ഷയൊക്കെ എളുപ്പമായിരുന്നോ? പരീക്ഷ എളുപ്പമായിരുന്നു. ഫുൾ A+ ഒക്കെ പ്രതീക്ഷിച്ചായിരുന്നു. കിട്ടിയപ്പോ ഒരു സന്തോഷം. എന്താ സൈറ്റ് ഇങ്ങനെ ഹാങ് ആയിട്ടിരിക്കും, അപ്പൊ എല്ലാവർക്കും കിട്ടണതേ ഉള്ളൂ. കുട്ടികൾ റിസൾട്ട് അറിഞ്ഞു വരുന്നു. അതിന്റെ 10ാം ക്ലാസ് കുട്ടികളുടെ അത്ര ആവേശം റിസൾട്ട് അറിഞ്ഞപ്പോൾ +2 വിദ്യാർത്ഥികൾക്ക് ഇല്ല എന്നാണ് കാണാൻ കഴിയുന്നത്. റിസൾട്ട് പതിയെ ഓരോരുത്തർക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ മറ്റുള്ളവരും കൂടി റിസൾട്ട് നോക്കുകയാണ്, ഫോണുകളിൽ തിരക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഫുൾ A+കളുടെ എണ്ണം കഴിഞ്ഞ വർഷവും അധികമായി ഉണ്ടായിരുന്നു സ്കൂളിൽ എന്നാണ് അധ്യാപകരുമായി സംസാരിച്ചപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അന്ന് ഇത്തവണയും അത്തരത്തിൽ തന്നെ ഫുൾ A+ നേടുന്ന കുട്ടികളുടെ എണ്ണം വലിയ തോതിൽ ഉണ്ടാകും എന്ന് കണക്കുകൂട്ടുന്നുണ്ട് ഇവിടുത്തെ കൂട്ടുകാർ. മാതാപിതാക്കൾക്കൊപ്പം അടക്കം റിസൾട്ട് തേടി എത്തിയിട്ടുണ്ട്. ഇവിടെ പലരും റിസൾട്ട് നോക്കി നിൽക്കുകയാണോ? റിസൾട്ട് നോക്കി നിൽക്കുകയാണ്. വന്നിട്ട് തുടങ്ങിയിട്ടേ ഉള്ളൂ. ഓരോരുത്തരുടെ റിസൾട്ടായിട്ട് കിട്ടിക്കൊണ്ടിരിക്കുക. അങ്ങനെ ഇത്തവണ വലിയ പ്രതീക്ഷയുണ്ടോ? പ്രതീക്ഷയുണ്ട്. നമ്മളെ പിള്ളേരും എടുക്കാറല്ലേ. ഫുൾ A+ ഒക്കെ കിട്ടും. എത്ര എണ്ണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ ആശങ്ക. കഴിഞ്ഞ തവണ എത്ര ഉണ്ടായിരുന്നു? കഴിഞ്ഞ വർഷം നമുക്ക് 45 ഫുൾ A+ ആയിരുന്നു. അതിൽ മേലുണ്ടാവണമെന്നാണ് പ്രാർത്ഥിക്കുന്നത്. ഒരുക്കങ്ങളും കാര്യങ്ങളും ഒക്കെ പരീക്ഷയുമായിട്ട് പരീക്ഷയുമായി ബന്ധപ്പെട്ട ഒരുക്കങ്ങളൊക്കെ വളരെ സജീവമായിരുന്നു. ഈവനിങ് ക്ലാസ്സസും റെമഡിയൽ ക്ലാസ്സസും ഒക്കെ എക്സ്ട്രാ ഒരുപാട് കൊടുത്തിട്ടുണ്ടായിരുന്നു. എല്ലാ ഒരുക്കങ്ങളൊക്കെ നല്ലതിന് കുട്ടികളും അതോടൊപ്പം നമ്മളോടൊപ്പം നിന്നു എന്നുള്ളതാണ്. കുട്ടികൾക്ക് വലിയ ടെൻഷനാണല്ലോ. ടീച്ചർക്ക് ടെൻഷൻ ഉണ്ടോ? ടീച്ചർക്ക് നല്ല ടെൻഷനുണ്ട്. സ്വാഭാവികമല്ലേ, നമ്മുടെ മക്കളല്ലേ, ടെൻഷൻ ഉണ്ടാവുമല്ലോ. ടീച്ചർമാരും കുട്ടികളുടെ റിസൾട്ട് നോക്കി എടുക്കുകയാണ്. ശരി, എല്ലാവരും ആകാംക്ഷയിലാണ് ഉള്ളത്. എന്താകും റിസൾട്ട്, എന്തായിരിക്കും ഓരോരുത്തരുടെയും ഓരോ വിദ്യാർത്ഥികളുടെയും റിസൾട്ട് എന്ന് അറിയാൻ വേണ്ടിയിട്ട്. റിസൾട്ട് അറിഞ്ഞു തുടങ്ങി എന്നാണ് മനസ്സിലാക്കുന്നത്. പല വിദ്യാർത്ഥികളുടെയും മുഖത്ത് ആ സന്തോഷവും ആകാംക്ഷയും എല്ലാം കാണാം.